മിഥുൻ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിക്ക് പിന്തുണയുമായി പി ജയരാജൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ മുന്നിൽ. കൊടി സുനിക്ക് പരോളിന് അർഹതയുണ്ടെന്നും അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണ് ഉള്ളതെന്നും പി ജയരാജൻ ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ പോലീസ് റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൊടി സുനിക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചത്. ആ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട് മിഥുൻ. നിലിമ, ഈ വാർത്തയോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം കൊടിസുനി ആരാണെന്ന് കേരള പൊതുസമൂഹത്തിന് അറിയാം. കാരണം കേരളം തന്നെ ഞെട്ടിയ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ്റേത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് കൊടിസുനി. 6 വർഷമായി അയാൾക്ക് പരോൾ പോലും നൽകിയിരുന്നില്ല. കാരണം അത്രയധികം ക്രൂരകൃത്യങ്ങൾ, ജയിലിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുറത്ത് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്തെന്ന് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നൊരു വ്യക്തി കൂടിയാണ് കൊടിസുനി. അയാൾക്ക് ഇപ്പോൾ DGP ഇടപെട്ടുകൊണ്ട് പരോൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. ആ പരോളിനെ പിന്തുണച്ചുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ട് എന്നാണ്. കോവിഡ് സമയത്ത് പോലും കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണ് ഉള്ളതെന്നും പി ജയരാജൻ ചോദിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ മനുഷ്യത്വരഹിതമായ ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തിക്ക് പരോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പരോൾ നൽകിയതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന നേതാവ് തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ CPM നേതൃത്വം എത്രത്തോളം ഇത്തരത്തിൽ കൊലപാതക കേസിലെ പ്രതികളോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. നീലിമ, ശരി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിക്ക് പിന്തുണയുമായി പി ജയരാജൻ എത്തുന്ന സാഹചര്യം കൂടി ഈ വാർത്തയ്ക്കൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കണം. സമഗ്ര വിവരങ്ങളാണ് മിഥുൻ പിള്ള പങ്കുവച്ചത്.